ഹായ് ഫ്രണ്ട്സ്, ഓണക്കാലമൊക്കെ ആവാറായല്ലോ ഇല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അവിയൽ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. നല്ല മഴയാട്ടോ ഇവിടെ. ഒരു മലബാർ സ്റ്റൈലുള്ള അവിയലാണ്. ബാക്കിയുള്ള സ്ഥലത്തിനേക്കാൾ ഇവിടുത്തെ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ അവിയലിൽ പാവയ്ക്കയും കൂടി ഇടും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം വെള്ളരിക്ക, ചേന, പടവലങ്ങ, പയറ്, 3-4 കോവയ്ക്ക, മുരിങ്ങക്കായ്, ക്യാരറ്റ്, പച്ചക്കായ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരേ നീളത്തിലും വലുപ്പത്തിലും ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തീരെ കുറച്ച് മതി, കാരണം വെന്ത് വരുമ്പോൾ ഈ കഷ്ണത്തിൽ നിന്ന് തന്നെ വെള്ളം ഊർന്നു വരുമല്ലോ. എന്നിട്ടത് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5-8 മിനിറ്റ് മതി ഹൈ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരാൻ. ചേനയുടെ വേവ് പോലെ ഇരിക്കും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമുള്ള അരപ്പ് അരച്ചെടുക്കാം. അരമുറി തേങ്ങ ചിരവിയിട്ടുണ്ട്, 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ ജീരകം, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. പച്ചമുളകിന് എരിവ് കുറവുള്ളതുകൊണ്ടാണ് ഞാനിത് 5 എടുത്തത്. അത് ഈ സമയമാകുമ്പോഴേക്ക് നമ്മൾ അവിയൽ കഷ്ണങ്ങളെല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. തേങ്ങ അരക്കുമ്പോൾ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി. ചില സ്ഥലങ്ങളിൽ ചെറിയുള്ളി ചേർക്കുന്ന കാണാറുണ്ട്, പക്ഷേ നമ്മളിവിടേക്ക് ചെറിയുള്ളി ചേർക്കാറില്ല. ഇനി അരപ്പ് നമുക്ക് ആ അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അരപ്പൊന്ന് ചൂടായ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും കൂടെ എത്തുന്ന രീതിയിലേക്കൊന്ന് ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനി നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിതിലൊരു 3-4 സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. നമ്മളിവിടെ പുളിയും മാങ്ങയൊന്നും ചേർക്കാറില്ല, തൈരാണ് ചേർക്കാറ്. അപ്പം നമ്മളുടെ ടേസ്റ്റിയായ വളരെ എളുപ്പത്തിൽ റെഡിയാക്കുന്ന അവിയൽ ഇതാ റെഡി ആയിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാറ്? ഞാൻ കേരളത്തിൽ പല സദ്യകളിലും വ്യത്യസ്തമായ അവിയലാണ്. പാലക്കാടാണെങ്കിൽ നമ്മൾ നല്ല വൈറ്റ് കളർ അവിയൽ, ട്രിവാൻഡ്രത്തൊക്കെയാണെങ്കിൽ വേറൊരു സ്റ്റൈല്, എറണാകുളത്ത് നിന്ന് കഴിച്ച അവിയൽ എനിക്ക് ഉരുളക്കിഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ കോഴിക്കോട് ഭാഗത്തേക്കുള്ള അവിയലാണ് ഈ രീതിയിൽ റെഡിയാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്